നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം 215 215. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 6-ാം അധ്യായം ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. ഋഷിരുവാച. 1ഉം 2ഉം ശ്ലോകങ്ങളൊപ്പം പോവും. ഇതി താസാം സ്വശക്തീനാം സദീനാം അസമേത്യ സാ പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യാംഗതിം ഈശ്വര കാലസംജ്ഞാം ദദാ ദേവീം ബിഭ്രശക്തിമുരുക്രമത്രയോ വിംശതി തത്വാനാം ഗണം യുഗപദാ വിശദ്. ഇതി താസാം സ്വശക്തീനാം സദീനാം അസമേത്യ സാ പ്രസുപ്തലോകതന്ത്രാണാം നിശാമ്യാംഗതിം ഈശ്വരാം കാലസംജ്ഞാം ദദാ ദേവീം ബിഭ്രശക്തിമുരുക്രമ ത്രയോവിംശതി തത്വാനാം ഗണം യുഗപദാ വിശദ്. ഇതിൻ്റെ വാക്കാർത്ഥം നോക്കാം നമുക്ക്. മഹത്തായ ശക്തിയോടുകൂടിയ ആ ഈശ്വരൻ, മഹത്തായ ശക്തിയോടുകൂടിയ ആ ഈശ്വരൻ ഇപ്രകാരം ഒന്നിച്ചു ചേരാതെ ഇരിക്കുന്നവരും പ്രസുപ്തമായ ലോകതന്ത്രത്തോടു കൂടിയവയുമായ തൻ്റെ ശക്തികളുടെ അവസ്ഥയെ കണ്ടിട്ട് അപ്പോൾ കാലം എന്നു പേരോടുകൂടിയ ദേവിയായ ശക്തിയെ വഹിച്ചിട്ട് 23 തത്വങ്ങളുടെ സമൂഹത്തെ ഏകകാലത്തിൽ പ്രവേശിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ കാര്യം മനസ്സിലാവും. ഋഷി അരുളി ചെയ്തു. ഋഷി രുവാച. എല്ലാം നടത്തുവാൻ മതിയായ മഹശക്തിമാനായ ആ ഈശ്വരൻ എല്ലാം നടത്താൻ കഴിവുള്ള ആളാണ്. അപ്പോൾ പിന്നെ എൻ്റെ തലവേദന നിങ്ങളുടെ തലവേദന അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. പക്ഷേ തലവേദനയ്ക്ക് നല്ല മരുന്ന് വാങ്ങി കഴിച്ചാൽ മതി. മോക്ഷത്തിന് മരുന്ന് വാങ്ങി കഴിക്കാൻ പറ്റില്ല. അത് ഈശ്വരൻ കനിയണം. മാത്രമല്ല ഈശ്വരോപാസന ചെയ്ത് ഈശ്വരൻ്റെ പ്രീതിക്ക് പാത്രീഭൂതരാകുമ്പോൾ ഈശ്വരന് തോന്നണം ഇന്ന ആൾക്ക് മോക്ഷം കൊടുക്കണം, അപ്പോഴേ ആവുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ എല്ലാം നടത്തുവാൻ മതിയായ മഹശക്തിമാനായ ആ ഈശ്വരൻ ഒന്നോടൊന്ന് യോജിക്കാതെയും ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന പ്രാണികർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നതുമായ മഹത്തത്വാദികൾക്ക് ലോകം നിർമ്മിക്കുവാനുള്ള സാമർഥ്യം സിദ്ധിക്കാതെയിരിക്കുന്ന അവസ്ഥയെ കണ്ടിട്ട് കാലമെന്നു പേരായ സുശക്തിയെ ധരിച്ചുകൊണ്ട് 23 തത്വങ്ങളുടെ ആ യോഗത്തെ ഏകകാലത്തിൽ പ്രവേശിച്ചു. അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകളെ, പഞ്ചമഹാഭൂതങ്ങളെ, 11 ഇന്ദ്രിയങ്ങളെ, ഇവയാണ് 23 തത്വങ്ങൾ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പഞ്ചതന്മാത്രകൾ, പഞ്ചമഹാഭൂതങ്ങൾ, അപ്പോൾ 10ആയി. പിന്നെ 11 ഇന്ദ്രിയങ്ങൾ. പറഞ്ഞോ? പഞ്ചതന്മാത്രകൾ, പിന്നെ പഞ്ചമഹാഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ തത്വങ്ങൾ ആ യോഗത്തെ മഹത്വത്വം അഹങ്കാരതത്വം അത് 2 വേറെ ഉണ്ട്. അപ്പോൾ 21, 2, 23 ശരിയായില്ലേ? അത് കഴിഞ്ഞിട്ട് പറയണു 3-ാമത്തെ ശ്ലോകം. സ അനുപ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. സ അനുപ്രവിഷ്ടോ ഭഗവാൻ ചേഷ്ടാരൂപേണ തം ഗണം ഭിന്നം സംയോജയാമാസ സുപ്തം കർമ്മ പ്രബോധയൻ. എന്താ അതിനർത്ഥം പറയാം? ഏകകാലത്തിൽ പ്രവേശിച്ച ആ ഭഗവാൻ ലയിച്ചിരിക്കുന്ന പൂർവകർമ്മത്തെ
അതാണ് ലയിച്ചിരിക്കുന്ന പൂർവകർമ്മത്തെ ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ള മുൻജന്മ സുഹൃത ദുരിതങ്ങളാണ് നമ്മുടെ സമ്പാദ്യം എന്ന് പറയാൻ. അതുകൊണ്ടാണ് വന്നതൊക്കെ വന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നന്മ മാത്രമേ ചെയ്യൂ, നന്മ മാത്രമേ ആലോചിക്കൂ, നന്മ മാത്രമേ പറയൂ. ഇങ്ങനൊരു തീരുമാനം എടുത്താൽ നമുക്കൊക്കെ രക്ഷപ്പെടാം. മനസ്സിലായില്ലേ? അപ്പോൾ ലയിച്ചിരിക്കുന്ന പൂർവകർമ്മത്തെ വ്യാപാര ശക്തി കൊണ്ട് ഉണർത്തുവാനായിട്ട് പിരിഞ്ഞിരിക്കുന്ന സംഘത്തെ നന്നായി യോജിപ്പിച്ചു. ക്രിയാശക്തികളുടെ 23 തത്വങ്ങളിൽ ഒരേ സമയത്ത് പ്രവേശിച്ച ആ ഭഗവാൻ ആ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രാണികളുടെ ജന്മാന്തര കർമ്മവാസനകളെ ഉണർത്തിയും കൊണ്ട് അതാത് ഫലങ്ങളെ കൊടുക്കുവാനുള്ള ഒരുക്കത്തെ ചെയ്യിപ്പിച്ചുകൊണ്ട് വെവ്വേറെ ഇരിക്കുന്ന മഹതാദി തത്വങ്ങളെ യോജിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പൂർവകർമ്മ വാസനകൾ വ്യത്യാസമായിരിക്കും. അത് യോജിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് യോജിച്ച് കിട്ടിച്ചാൽ നന്നായി. പക്ഷേ ചില സമയത്ത് എന്ത് പറ്റും, അരം കൂടിയാൽ കിന്നരം എന്ന് കുറച്ച് ചൊല്ലുണ്ട്, അത് പറ്റൂല. അപ്പോൾ ഏത് നിലയ്ക്കും ഈ ശരീരം മോക്ഷഹേതുവിന് വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. എപ്പം മനസ്സിലാക്കണം? കുട്ടിക്കാലത്ത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അടുത്ത ശ്ലോകം 4. പ്രബുദ്ധകർമാദേവേന ത്രയോവിംശതികോ ഗണ പ്രേരിതോ അജനയൽ സ്വാഭിർമാത്രാഭിരതി പൂരുഷം. പ്രബുദ്ധകർമാദേവേന ത്രയോവിംശതികോ ഗണ പ്രേരിതോ അജനയൽ സ്വാഭിർമാത്രാഭിരതി പൂരുഷം. അതിനെന്താ എങ്ങനെ അർത്ഥം പറയാം? ദൈവത്താൽ പ്രബോധിപ്പിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയതും പ്രേരിപ്പിക്കപ്പെട്ടതുമായ 23 തത്വങ്ങളുടെ സമൂഹം സ്വമാത്രകൾ കൊണ്ട് വിരാട് ശരീരത്തെ ജനിപ്പിച്ചു. ഈ പ്രപഞ്ചം ഒന്നായിട്ട് കണ്ടാൽ എന്താണ്? അതാണ് വിരാട് സ്വരൂപം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം വളരെ സിമ്പിളാണ്. ഈശ്വര പ്രേരണ നിമിത്തം. ഈ ഈശ്വര പ്രേരണ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഒരാളെ കൊല്ലണതും ഒരാളെ രക്ഷിക്കണതും ഈശ്വര പ്രേരണയാണ്. ദാറ്റ് ഈസ് ഈക്വലൻ്റ് ടു അവർ പാസ്റ്റ് ഡീഡ്സ്. അപ്പോഴാണത് കണക്ടിവിറ്റിയേ ഉള്ളൂ. സൽഗുണസമ്പന്നനായ ഒരാൾക്ക് വേറൊരാളെ വധിക്കാനുള്ള പ്രേരണ ഭഗവാൻ കൊടുക്കില്ല. ദുഷ്ടമനസ്സാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സപ്താഹം കേട്ടില്ല എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാഗവതം വായിക്കാൻ പഠിക്കല്ല വേണ്ട, ഭാഗവതം പഠിച്ച് മനസ്സിലാക്കണം. ശബ്ദങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതല്ല, ആ ശബ്ദങ്ങളുടെ പിന്നിലുള്ള തത്വങ്ങളെ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ നാരങ്ങ പിഴിഞ്ഞ വെള്ളമാണ്, അല്ലാണ്ട് നാരങ്ങ ഇട്ട വെള്ളമല്ല. പ്രൊഫസയോ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐ ആം ദി ബ്ലെസ്ഡ് ബിക്കോസ് ഓഫ് മൈ ഗുരു. അദ്ദേഹം എന്നെ ബോധവാനാക്കി, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കണം, ആനന്ദമായിട്ടിരിക്കണം. ആ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, വേണമെങ്കിൽ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ, നത്തിങ് എൽസ്. അപ്പോൾ ലോകാധിഷ്ഠാനമായി വിരാട് പുരുഷ ശരീരത്തെ സ്വമാതൃകളെ കൊണ്ട് ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 5. പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസൃഗണ ചുക്ഷോഭാന്യോന്യമാസാദ്യ യസ്മിൻ ലോകാംശ്ചരാചരാഃ. പരേണ വിശദാ സ്വസ്മിൻ മാത്രയാ വിശ്വസൃഗണ ചുക്ഷോഭാന്യോന്യമാസാദ്യ യസ്മിൻ ലോകാശ്ചരാചരാം. തന്നിൽ എന്ന് പറഞ്ഞാൽ തത്വങ്ങളിൽ സ്വാംശത്താൽ പ്രവേശിച്ച ഈശ്വരനാൽ തത്വസമൂഹം തമ്മിൽ യോജിച്ചിട്ട് ക്ഷോഭിച്ചു. യാതൊന്നിൽ ചരങ്ങളും അചരങ്ങളുമായ ലോകങ്ങൾ എന്ന് പറഞ്ഞു നിർത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, തത്വഗുണം എങ്ങനെയാണ് വിരാട് പുരുഷ ശരീരത്തെ ജനിപ്പിച്ചത് എന്നതിനെ വിവരിക്കണം. ഒരു ഡീറ്റെയിൽഡ്
ഈശ്വരൻ സ്വഅംശത്താൽ സ്വന്തം അംശം കൊണ്ട് തത്വഗണത്തിൽ പ്രവേശിച്ചപ്പോൾ തത്വങ്ങൾ അന്യോന്യം യോജിച്ചിട്ട് സ്വഅംശത്താൽ വിരാട് സ്വരൂപമായിട്ട് പരിണമിച്ചു. ആ സ്വരൂപത്തിൽ ചരങ്ങളും അചരങ്ങളുമായ ലോകങ്ങൾ അടങ്ങിക്കിടക്കുന്നുണ്ട്. അതൊരു പ്രസ്താവനയാണ്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ്. 6-ാമത്തെ ശ്ലോകം. ഹിരൺമയ സപുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപബൃംഹിതഃ. ഹിരൺമയ സപുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപബൃംഹിതഃ. ജലത്തിലുള്ള ബ്രഹ്മാണ്ടത്തിൽ സ്വർണവികാരനായ ആ പുരുഷൻ സർവപ്രാണികളോടും കൂടിയവനായിട്ട് 1000 സംവത്സരങ്ങൾ ആ ജലത്തിൽ അണ്ടത്തിൽ വസിച്ചു. ജലത്തിൽ ലയിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ സ്വർണമയനായ ആ സമഷ്ടി പുരുഷൻ തന്നിൽ ലയിച്ചു കിടക്കുന്ന സർവപ്രാണി സഹിതനായിട്ട് 1000 വത്സരം വസിച്ചു. 1000 ഡിവൈൻ ഇയേഴ്സ്, നോട്ട് അവർ 365 ഇൻറ്റു 1000. 7-ാമത്തെ ശ്ലോകം. സവൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭജാജാത്മന ആത്മാനം ഏകധാ ദശധാ ത്രിധാ. സവൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭഭാജാത്മന ആത്മാനം ഏകധാ ദശധാ ത്രിധാ. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ദേവശക്തി തന്നെയാണ് കർമ്മശക്തി, അതന്നെയാണ് ആത്മശക്തി, അതന്നെയാണ് സങ്കല്പശക്തിയായിട്ടും കർമ്മശക്തിയായിട്ടും രൂപാന്തരം പ്രാപിക്കുന്നത്. ദേവശക്തി ഇല്ലാണ്ട് കർമ്മശക്തി ചെയ്യാൻ പറ്റില്ല. കർമ്മശക്തി വേണമെങ്കിൽ സങ്കല്പശക്തി വേണം, അല്ലേ? അപ്പോൾ സങ്കല്പം നന്നായി, എല്ലാം നന്നായി. അപ്പോൾ ആത്മശക്തി എന്നിവയോടുകൂടിയ പ്രസിദ്ധനായ വിരാട് പുരുഷൻ താൻ തന്നെ തൻ്റെ സ്വരൂപത്തെ 1ആയിട്ടും 10ആയിട്ടും 3ആയിട്ടും വിഭജിച്ചു. സോ നമ്പർ ഈസ് ഇമ്മെറ്റീരിയൽ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സമഷ്ടി പുരുഷൻ്റെ ഉൽപ്പത്തിയെ പറഞ്ഞ ശേഷം അവനിൽ നിന്ന് വെഷ്ടി ശരീരങ്ങളും ഇന്ദ്രിയങ്ങളും മറ്റും ഉത്ഭവിച്ചുവെന്ന് പറയുവാൻ ഭാവിക്കുന്ന മൈത്രേയ മുനി സമഷ്ടി പുരുഷ ശരീര വിഭാഗത്തെ പറ്റി പറയുന്നു. ഈ സമഷ്ടി പുരുഷനിൽ ഭഗവാന്റെ അംശമായ ചിത് ശക്തി, അതാണ് ദേവശക്തി, ക്രിയാശക്തിയും ജീവരൂപശക്തിയും അടങ്ങിയിരിക്കുന്നുണ്ട്. ലോകത്തിൽ കാണപ്പെടുന്ന സർവവും ഇവനിൽ അടങ്ങിക്കിടപ്പാണ്. ചിത് ശക്തിയെ ചൈതന്യമായിട്ടും ചിത്ത് ശക്തിയെ ചൈതന്യമായിട്ടും ക്രിയാശക്തിയെ പ്രാണാദികൾ 5ഉം അവയുടെ വ്യാപാരങ്ങൾ 5ഉമായി 10ആയിട്ടും ആത്മശക്തിയെ ആധ്യാത്മികം, ആദിദൈവകം, ആദിഭൗതികം എന്ന് 3ആയിട്ടും പ്രകാശിപ്പിച്ചു. അപ്പം മുകളിൽ പറഞ്ഞ സംഖ്യകളൊക്കെയായി ഇവിടെ. ഇനി 8-ാമത്തെ ശ്ലോകം. ഏഷ ഹ്യശേഷസത്വാനാം ആത്മാംശ പരമാത്മന ആദ്യോ അവതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭാവ്യത്തെ. ഏഷ ഹ്യശേഷസത്വാനാം ആത്മാംശ പരമാത്മന ആദ്യോ അവതാരോ യത്ര അസോ ഭൂതഗ്രാമോ വിഭാവ്യത്തെ. ഹി ഏഷ, അതാണ് ഹ്യശേഷ എന്ന് വരുന്നത്. അപ്പോൾ ഹി ഏഷ, ഹി ഏഷ, ഹി ഏഷ സത്വാനാം ആത്മാംശ പരമാത്മന
ആദ്യോവതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭാവ്യത്തെ. യാതൊന്നുകൊണ്ട് ഇവൻ സകല അശേഷസത്വാനാം ഏഷഹി അശേഷ സകല പ്രാണികളുടെ ആത്മാവും പരമാത്മാവിൻ്റെ അംശനും. എല്ലാ ആത്മാവും പരമാത്മാവിൻ്റെ അംശങ്ങളാണ്. അതൊക്കെ നമ്മതുകൊണ്ടാണ് വസുദൈവ കുടുംബകം ഏകോദര സാഹോദര്യം എന്നൊക്കെ പറയും. അത് വേണ്ടാന്ന് വെച്ചപ്പോഴാണ് കുഴപ്പമായത്. ഏകോദര സാഹോദര്യം എന്ന് പറയണത് സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഇഷ്ടമില്ലാതെ കണ്ടാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യനിസും മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമൊക്കെ വന്നത്. അപ്പോൾ പറഞ്ഞു പരമാത്മാവിൻ്റെ അംശനും ഒന്നാമത്തെ അവതാരവുമാകുന്നു. യാതൊന്നിൽ ഈ ഭൂതസമൂഹം കാണപ്പെടുന്നു വിരാട് സ്വരൂപത്തിൽ. ഈ വിരാട് പുരുഷന് മുകളിൽ പറഞ്ഞ വിധം 1 10 3 ഭവിപ്പാനുള്ള സാമർഥ്യം എങ്ങനെ സിദ്ധിച്ചുവെന്ന് കാണിക്കുന്നു. പറഞ്ഞ വിധം 1 10 3. ഈ മഹാപുരുഷൻ സകല വ്യഷ്ടിജീവാത്മാക്കളുടെയും ആത്മാവും പരമാത്മാവിൻ്റെ അംശവുമാകുന്നു. എന്നാൽ സാധാരണ ജീവാത്മാവിനെ പോലെയല്ല, പരമാത്മാവിൻ്റെ ഒന്നാമത്തെ അവതാരമാകുന്നു. സ്ഥാവരജംഗമാത്മകമായിരിക്കുന്ന ഈ വിശ്വം ഈ പുരുഷനാകുന്ന അധിഷ്ഠാനത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് മുകളിൽ വിവരിച്ച വിധം 1 10 3 ഭവിപ്പാൻ സാമർഥ്യമുണ്ടായി എന്ന് പറഞ്ഞു വെച്ചു. 9ാമത്തെ ശ്ലോകം. സ അധ്യാത്മ സ അതിദൈവശ്ച സ അതിഭൂത ഇതി ത്രിധാ 3. വിരാട് പ്രാണോ ദശവിധ ഏകധാ ഹൃദയേന ച. ആ 1 10 3 എന്നുള്ളതിന് ഒരു ഡിഫിനിഷൻ കൂടി വരികയാണ്. സ അധ്യാത്മ സ അതിദൈവശ്ച സ അതിഭൂത ഇതി ത്രിധാ വിരാട് പ്രാണോ ദശവിധ ഏകധാ ഹൃദയേന ചാം. ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടിയവൻ. ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ ഒക്കെ. ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ദേഹങ്ങളോട് കൂടിയവനായിട്ടും ദേവന്മാരുടെ സമൂഹത്തോടു കൂടിയവൻ 10 വിധത്തിലിരിക്കുന്ന വിരാട് പ്രാണൻ, അന്ധകരണത്താൽ ഒരു വിധത്തിൽ ഇരിക്കുന്നവൻ, ഏകത. ഇതാണ് എൻ്റെ വാക്കാർത്ഥം. ഇനി അതിനെ ഒന്ന് പരിപോഷിപ്പിച്ചും കൊണ്ടാണ് അതിൻ്റെ ഭാവാർത്ഥം പറയാം. 1 10 3 വിരാട് പുരുഷൻ ഇരിക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞ വിഭാഗത്തെ തന്നെ വേർതിരിച്ച് കാണിക്കുന്നു ഇവിടെ. വിരാട് പുരുഷൻ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടും ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന വ്യഷ്ടി ശരീരത്തോടും ദേവന്മാരുടെ സമൂഹത്തോടും കൂടിയവനായിരിക്കുന്നതിനാൽ, അവിടെ അതാണ് കൂടി എന്നൊരു സ്ഥലത്തും അപ്പം കൂട്ടി വായിക്കാൻ അവിടെ ഒരു ഹൈഫൻ വേണം. കൂടിയവനായിരിക്കുന്നതിനാൽ സാധ്യത്താൽ സ ആധ്യാത്മൻ സ അതിഭൂതൻ സ അതിദൈവൻ എന്ന 3 വിധത്തിലായി. അതായത് പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, നാഗൻ, കൂർമ്മൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജൻ, ഇങ്ങനെ 10 പേരുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 പ്രാണനും 5 ഉപപ്രാണനും, അങ്ങനെ 10 പ്രാണനാണ്. ഈ പ്രാണന്മാർക്കൊക്കെ ഓരോ ജോലിയുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഗവതം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. അത് മനസ്സിലാക്കിയവന് ഇഹത്തിലും പരത്തിലും സൗഖ്യം. ഇഹത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെയും അവിടെയും. കാരണം ഈ ഇന്ദ്രിയങ്ങൾ എനിക്ക് നേരാവണമെങ്കിൽ ഈ ദശപ്രാണന്മാരെ പറ്റിയൊരു ബോധം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രാണൻ കോപിച്ചാൽ ത്രിദോഷങ്ങൾ, വാദം, പിത്തം, കഫം, ഇതൊക്കെ നമ്മളെ അലട്ടും. ഇത്രയും സുതാര്യമായിട്ടൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. അതുകൊണ്ടായിരിക്കാം മലയാളികൾ ഇതിലെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത്. മലയാളികൾക്ക് സുതാര്യത വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.
അല്ലെങ്കിൽ ഇതൊക്കെ എന്നോ പ്രോഗ്രസ് ചെയ്യുമായിരുന്നു. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ പാട്ടുപാടി കളിക്കാൻ ഒരു 40 ഫാമിലി കുട്ടികളടക്കം 7 മണിയാകുമ്പോഴേക്കും അമ്പലം മുറ്റത്ത് കൂടും. അതിൽ ഒരാളെങ്കിലും ഭാഗവതം പഠിക്കണം എന്നുള്ള താല്പര്യമില്ല. അപ്പോൾ അവർക്ക് ഈ കൈകൊട്ടി കളിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഡ്രസ്സ് മാറി മാറി ഓരോ സ്ഥലത്തേക്ക് പോകാനും വേഷ്ടി കര മാറണം, അതിന് കാശുണ്ട്. പക്ഷേ ഭാഗവതം അർത്ഥസഹിതമുള്ള പുസ്തകം വാങ്ങി വായിക്കാൻ കാശുമില്ല, സമയവുമില്ല. ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. സോ സാഡ്. അപ്പോൾ വായു അംശങ്ങളോടുകൂടി വരയ്ക്കുന്നതിനാൽ 10 വിധത്തിലായി, ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതിനാൽ 1 വിധത്തിലായി. ഇങ്ങനെയാണ് 1, 3, 1, 1, 1, 10. 10ാമത്തെ ശ്ലോകം നോക്കുക. സ്മരൻ വിശ്വസൃജാം ഈശോ വിജ്ഞാപിതമതോക്ഷജ. അകക്കണ്ണുകൊണ്ട് കാണേണ്ടവൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാത്തവൻ. വിരാജം അതപത് തന്നെ വായിക്കണം. വിരാജം അതപത് സ്വേന തേജസേഷാം വിവൃത്തയേ. സ്മരൻ വിശ്വസൃജാം ഈശോ വിജ്ഞാപിതമതോക്ഷജ വിരാജം അതപത് സ്വേന തേജസേഷാം വിവൃത്തയേ. നിയന്താവായ ഭഗവാൻ, അതായത് അധോക്ഷജെന്നുള്ളതിന് ഭഗവാൻ, മഹത്തത്വാദികളുടെ പ്രാർത്ഥനയെ ഓർക്കുന്നവനായിട്ട് തൻ്റെ തേജസ് കൊണ്ട് ഇവയുടെ വിവിധ വൃത്തിലാഭത്തിനു വേണ്ടിയിട്ട് വിരാട്ടിനെ കുറിച്ച് വിചാരം ചെയ്തു. വിചാരം ചെയ്തു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. എല്ലാറ്റിനും ശക്തനും സർവന്തര്യാമിയുമായ ഭഗവാൻ മഹത്തത്വാദികൾ ചെയ്ത വിജ്ഞപ്തിയെ ഞങ്ങൾ നിന്ദുരുടിക്ക് ബലിയെ സമർപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിനെക്കുറിച്ച്, ഈ ബലി എന്ന് പറഞ്ഞാൽ സേവ എന്നേ ഉള്ളൂ, അത് പ്രത്യേകം മനസ്സിലാക്കണം, തലവെട്ടിയിട്ട് ഹോമിക്കലല്ല. സമർപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചിന്ത ചെയ്തിട്ട് ആ മഹത്തത്വാദികൾക്ക് വിവിധ വ്യാപാരങ്ങൾ നടത്തുവാൻ സാമർഥ്യം സിദ്ധിപ്പാൻ വേണ്ടി ലോകസൃഷ്ടി സാധനഭൂതങ്ങളായ മഹത്തത്വാദികൾ വിരാട് പുരുഷൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്ന് വിചാരിച്ചു. ഈശ്വരൻ്റെ ഈ സങ്കല്പത്തെ തപസ് എന്ന് പറയുന്നു. അപ്പം തപസ് എന്നുള്ളതിനൊരു നിർവചനം കിട്ടി. അതെന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാം ഈശ്വരന് സമർപ്പിച്ചു കൊള്ളാം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സമർപ്പണമാണ് തപസ്. പക്ഷെ നമ്മൾ സമർപ്പിക്കണില്ല, അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. തപസ് ഈശ്വരന് സമർപ്പിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ ഈശ്വരന് സമർപ്പിച്ചു നോക്കൂ. 11ാമത്തെ ശ്ലോകം. അധ തസ്യാഭിദത്തസ്യ കതി ച അയതനാനിഹ നിരഭിദ്യന്തദേവാനാം താനി മേ ഗതത ശൃണു. അധ തസ്യാഭിദത്തസ്യ കതി ച അയതനാനിഹ നിരഭിദ്യന്തദേവാനാം താനി മേ ഗതത ശൃണു. കേട്ടോളൂ എന്നാണ് പറഞ്ഞത്. അനന്തരം ആലോചിക്കപ്പെട്ട അവൻ്റെ, അതായത് വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ ദേവന്മാർക്ക് എത്ര സ്ഥാനങ്ങളുണ്ടായി, പറയുന്ന എന്നിൽ നിന്ന് അവയെ കേട്ടുകൊള്ളുക. ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം വളരെ സിമ്പിൾ, 2 ലൈൻസ്. ഈശ്വരൻ്റെ ആലോചനയ്ക്ക് വിഷയമായി ഭവിച്ച ആ വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ ദേവന്മാർക്ക് ഇരിപ്പാനുള്ള എത്ര സ്ഥാനങ്ങളുണ്ടായി എന്ന് ഞാൻ പറയാം, കേട്ടുകൊള്ളുക. അതോടുകൂടി കഴിഞ്ഞു. 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. തസ്യ അഗ്നിർ അസ്യാം തസ്യ അഗ്നി ആസ്യം തസ്യ അഗ്നി ആസ്യം. 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 തസ്യ അ
തസ്യ അഗ്നി ആസ്യം നിർഭിന്നം ലോകപാലോ അവിവിശത് പദം വാചാ സ്വാംശേന വക്തവ്യം യയാസു പ്രതിപദ്യത്തെ. തസ്യ അഗ്നി ആസ്യം നിർഭിന്നം ലോകപാലോ അവിശത് പദം വാചാ സ്വാംശേന വക്തവ്യം യയാസു പ്രതിപദ്യത്തെ. എന്താ അതിനർത്ഥം? അവന് മുഖമുണ്ടായി, ലോകത്തെ പാലിക്കുന്ന അഗ്നി ആ സ്ഥാനത്തെ തൻ്റെ അംശമായ വാക്കോടുകൂടെ പ്രവേശിച്ചു. ഇവൻ വിഷ്ണുജീവൻ വചിക്കത്തക്കതിനെ യാതൊന്നുകൊണ്ട് പ്രാപിക്കുന്നു. പറയപ്പെടുന്നതിനെ കൊണ്ട് അല്ലേ, ആരെന്തു പറഞ്ഞു അതാണല്ലോ നമ്മൾ കേൾക്കുക. ഇനി ഇപ്പോൾ വാക്കാർത്ഥം ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഭാവാർത്ഥം കുറച്ച് ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ട്, ഡീറ്റെയിൽഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്, നോക്കണം. ആ സ്ഥാനങ്ങളെ വിവരിച്ചുകൊണ്ട് ആധ്യാത്മികാദി വിഭാഗങ്ങളെ വിസ്തരിച്ച് കാണിക്കണം. സമഷ്ടി എന്ന് പറയുന്നത് ലോകം ആസ് എ ഹോൾ, വ്യഷ്ടി എന്ന് പറയുന്നത് ഓരോ ശരീരം. സമഷ്ടി ആസ് എ ഹോൾ ലോകം, വ്യഷ്ടി എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ഓരോ ശരീരം. സമഷ്ടി എന്ന ലോകം വിരാട് പുരുഷൻ്റെ ശരീരം, വ്യഷ്ടി എന്ന് പറയപ്പെടുന്നത് ജീവൻ്റെ ശരീരം. ഈ സംഗതിയെ ആദ്യമായി ധരിച്ച ശേഷം താഴെ പറയുന്ന അംഗവിഭാഗങ്ങളെയും അവയിൽ അധിവസിക്കുന്ന ദേവന്മാരെയും ആ അംഗങ്ങൾ കൊണ്ട് നടത്തുന്ന കർമ്മങ്ങളെയും അറിഞ്ഞുകൊള്ളണം. ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഷോർട്ട് വഴിയിൽ ഭാഗവതം പഠിക്കാൻ പറ്റില്ല, പഠിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഷോർട്ട് വഴിയിൽ നടിച്ചിട്ടുള്ളവരാണ് പൈസ ഉണ്ടാക്കണത് എന്ന് എനിക്കറിയാം. പ്രൊഫഷയിലെ നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം കാതുകുത്തിയവനെ കണ്ടാൽ കടുക്കനിട്ടവനെ കാണാമെന്നൊരു പ്രമാണം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന നിർമ്മലാനന്ദഗിരി മഹാരാജ് ഒരു കാലത്ത് ഒറ്റപ്പാലടുത്ത് പാലപ്പുറത്തുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം സമാധിയായിട്ട് കുറച്ച് കാലമായി. ഞാനും അദ്ദേഹമായിട്ട് വളരെ കാലത്തെ പഴക്കമുണ്ട്. കാരണം ഏറെക്കുറെ ഏകലവ്യൻ്റെ കഥ പറഞ്ഞ കൂടുതൽ എൻ്റെ കാര്യം. ഞാനും മിസ്സീസും കൂടി ഒരു പ്രാവശ്യം ഒരു 30 വർഷം മുമ്പേ ബോംബെക്ക് പോകുമ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ വെച്ച് കാണുകയാണ് അദ്ദേഹത്തിനെ. അപ്പോൾ ഈ ടി വിയിൽ കണ്ട പരിചയമുള്ളൂ, രാമായണം പറയും. അങ്ങനെ ഞാൻ പോയി നിന്ന് നിപ്പിൽ കുനിഞ്ഞ് കാല് തൊട്ട് തലയിൽ വെച്ചു. അപ്പോൾ അദ്ദേഹം എടുത്ത വാക്കിന് വെച്ചു, കേരളത്തിലല്ല താമസമല്ലേ എന്ന്. എന്താ കാരണം? കേരളത്തിലുള്ളവർ അങ്ങനെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല അതിനെ. പിന്നെ ഞാൻ റിട്ടയർ ചെയ്ത് 2012 ശേഷം കുറച്ച് കാലം അടുപ്പിച്ച് പോകുണ്ടായി അവിടെ. പിന്നെ അദ്ദേഹം കാലഹരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് CD അല്ലെങ്കിൽ കാസറ്റ്സ്, C90 കാസറ്റ്സ് എൻ്റെ നാട്ടിൽ, ഇരിങ്ങാലക്കുടക്കാരനാണ് അദ്ദേഹം, എൻ്റെ നാട്ടിൽ വന്ന് താമസമായി. മിസ്റ്റർ രഘുനാഥ്, നല്ലൊരു ജം ഓഫ് എ പേഴ്സൺ, എക്സ് ഗൾഫാണ് അദ്ദേഹം. എനിക്ക് വേണ്ടിയിട്ടൊന്നും ആയില്ല, പക്ഷേ അങ്ങനെ ആണ് സംഭവിച്ചത്. ഒരു 125 നോട്ട്ബുക്സ്, ലോഗ് ബുക്സ് കണ്ടെയ്നിങ് 196 പേജസ് ഈച്ച്. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതായത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബോംബെയിൽ നിന്ന് 2.5 മാസം 3 മാസം കൂടുമ്പോൾ ലീവിൽ വരുമ്പോൾ അദ്ദേഹം ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് തന്നു. ഞാനതൊക്കെ വായിച്ച് എനിക്കറിയാത്തത് അണ്ടർലൈൻ ചെയ്ത് അതൊക്കെ ഞാൻ ചെറിയ 200 പേജിൻ്റെ നോട്ട്ബുക്കിലേക്ക് ആക്കി സൂക്ഷിച്ചു. അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു 3-4 വർഷമായി മരിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, അദ്ദേഹം പറയും, കാതുകുത്തിയവനെ കണ്ടാൽ കടുക്കനിട്ടവനെ കാണാം. അതൊരു പ്രമാണമാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഈ
സനാതനധർമ്മത്തിലുള്ള കാര്യങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് യൂട്യൂബിൽ കയറ്റാൻ കാരണം എന്താ? ഞാൻ കാലഹരണപ്പെട്ട് പോയാലും ഇത് ആവശ്യമുള്ളവന് കിട്ടും. അപ്പോൾ എനിക്ക് ഇതിൽ ലാഭം എന്താ ചോദിച്ചാൽ, ഞാൻ ഈശ്വരനെ സേവ ചെയ്തതിൻ്റെയൊക്കെ ഫലം ഭഗവാൻ എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. മോർ ദാൻ ഇനഫ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആളാണ്. ഞാൻ കണ്ടൻറ്റഡ് ആണ്. എനിക്കൊരു ആവലാതിയില്ല ജീവിതത്തിനെ പറ്റിയിട്ട്. ഞാൻ അർഹിക്കാത്തത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ താഴ്വഴിയിലും അമ്മയുടെ താഴ്വഴിയിലും ഒരു സ്പിരിച്വൽ പ്രഭാഷണം ഉണ്ടായിട്ടില്ല. അതെനിക്ക് ഭഗവാൻ വെച്ച് നീട്ടിയ ഒരു അനുഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സിൻസിയറായിട്ട് പറഞ്ഞത്. അപ്പം ഇവിടെ ഇത് പറയുന്നത് എന്താ? വിരാട് പുരുഷൻ ആദ്യം മുഖമുണ്ടായി, ആ സ്ഥാനത്തിൽ അഗ്നി എന്നു പേരായ ദേവൻ തൻ്റെ അംശമായ വാക്കോടുകൂടെ പ്രവേശിച്ചു. ജീവൻ ആ വാക്ക് കൊണ്ട് പറവാൻ തക്ക വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഉണ്ടായി എന്ന് പറഞ്ഞതായ മുഖം എന്നത് അതിഭൂതം. അതിൽ വസിച്ചുവെന്ന് പറഞ്ഞിരിക്കയാൽ അതിനെ തന്നെയാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത്. ഇതൊക്കെ ടെക്നിക്കാലിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഭാഗവതം അമൃതാണ് എന്നുള്ളത് മനസ്സിലാവും. ഭാഗവത സുധ അത് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാണ്ടിരിക്കാൻ ജീവിക്കണം, മരിക്കാണ്ടിരിക്കണമെങ്കിൽ ജീവിക്കാണ്ടിരിക്കണം. ആ ജന്മം, പുനരഭി ജന്മം ഇല്ലാത്തൊരവസ്ഥയെ, അതാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. അത് ഭഗവാൻ എത്തിച്ചു തരും. അധിഷ്ഠാനം എന്ന് പറയുന്നതും അതിൽ വസിച്ചുവെന്ന് ആരെക്കുറിച്ച് പറയുന്നുവോ ആ അഗ്നി മുതലായവർ ദേവന്മാർ. അതിനാൽ ആ സംഘത്തിന് അതിദൈവം എന്നു പേര്. ദേവൻ്റെ അംശമായിട്ട് യാതൊന്നിനെക്കുറിച്ച് പറഞ്ഞുവോ വാഗാദികളായ അവ ആധ്യാത്മം എന്ന് പറയപ്പെടുന്നു. അതിഭൂതം അതിദൈവം, അതിഭൂതം മുഖം, അതിദൈവം അഗ്നി, അധ്യാത്മം വാക്ക്. ഈ മാതിരിയിൽ താഴെ പറയുന്ന എല്ലാ സംഗതികളെയും അറിയണം. അപ്പോൾ കുറച്ചൊരു ഹോംവർക്കൊക്കെ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് ഇനി പറയുന്നതും അത് എഴുതുമ്പോൾ എന്താണ് അതിഭൂതം, എന്താണ് ആധ്യാത്മം, എന്താണ് ആദിഭൗതികം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 13ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.